നമസ്തേ. ഭീകരാക്രമണത്തിനെതിരെയുള്ള നടപടി ഉടൻ വേണമെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. അത് പെട്ടെന്ന് വേണം എന്ന് തന്നെ. എന്നുദ്ദേശിക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള നടപടി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാവും. അത് പക്ഷേ ഒരു ടൈം ഫ്രെയിം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ടൈം ഫ്രെയിം ഇല്ലാതെ തന്നെ, യുദ്ധമില്ലാതെ തന്നെ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു എന്നാണ്. പഹൽഗാം താഴ്വരയിൽ 28 പേരെ കൊന്നതിലൂടെ നിങ്ങൾക്ക് കലീമ അറിയാമോ എന്ന് ചോദിച്ച് അറിയില്ല എന്ന് പറഞ്ഞവരെ തെരഞ്ഞെടുപ്പിച്ച് കൊന്നതിലൂടെ ഈ ഭീകരവാദികൾ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ഈ വർഗീയ സൗഹാർദ്ദം തകർക്കുക, ഇന്ത്യയിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക, അങ്ങനെ ചോര ചൊരിയുക. ഇന്ത്യയുടെ ഒരു തകർച്ചയാണ്. നമ്മുടെ രാഷ്ട്രമെന്നുള്ള നിലയിൽ നമ്മുടെ ഒരു നിലനിൽപ്പിനെ അപകടത്തിൽപ്പെടുത്തുക അതിന് സാധിക്കും എന്നുള്ള വൻ ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് അവരവിടെ എത്തിയെന്ന് പറയുന്നു ഇവർ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. തീർച്ചയായിട്ടും IS-ൻ്റെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും സഹായത്തോടു കൂടി. അതിലവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ആ രാജ്യം വിട്ടത്. ഇറ്റ് ഈസ് എ ഫെയിൽഡ് മിഷൻ. തന്ത്രം പാളി. ഇന്ത്യയിൽ അതിനെ തുടർന്ന് ഒരു വർഗീയ കലാപം പോലും ഉണ്ടായില്ല. ബാബറി മസ്ജിദ് തകർന്നതിനെ തുടർന്ന് കലാപങ്ങളുണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശിൽ ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ അപലപിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ വലിയ തെറ്റുപറ്റി, വലിയ അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ വംശജൻ കൂടിയായ VS നൈപോൾ, അദ്ദേഹം ഒരു നൊബേൽ സമ്മാന ജേതാവ് കൂടിയാണ്. ഡിസംബർ 6 പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിലൊരു വർഗീയതയില്ല, വർഗീയ വിദ്വേഷമില്ല എന്ന് മനസ്സിലാകും. അത് നല്ല വിവരമുള്ള ഒരു സാധാരണക്കാരനല്ലാത്ത സാമാന്യമായിട്ടുള്ള അപഗ്രഥന പാഠവുമുള്ള VS നൈപോൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുക. അന്ന് ഡിസംബർ 6 ബാബറി പള്ളി തകർന്ന ദിവസം ഇന്ത്യയിൽ സംഭവിക്കുന്നത്, അദ്ദേഹം ഒരു RSSകാരനോ BJPക്കാരനോ അല്ല, ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഒരു പുതിയ ചരിത്രപരമായിട്ടുള്ള ഉണർവാണ്. ഇന്ന് ചരിത്രത്തിൽ ഇന്ത്യക്കാർ ജീവനുള്ളവരായി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിശക്തമായ ഒരു സർഗാത്മക പ്രക്രിയയാണിത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? ബാബറി പള്ളി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമാൽ നിർമ്മിക്കപ്പെട്ടതല്ല, ഏതെങ്കിലും ഒരു മഹല്ലയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കപ്പെട്ടതല്ല, ആരാധന നടക്കുന്നതിനല്ല. പക്ഷേ ഇന്ത്യയുടെ ദേശാഭിമാനം, ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് വേണ്ടി ബാബർ ചെയ്ത ഒരു കൗശലമാണ്. ആ രാമക്ഷേത്രം തകർത്തിട്ട് അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. രാമൻ്റെ വിഗ്രഹത്തിൽ ചവിട്ടിക്കൊണ്ട് പള്ളിക്കകത്തേക്ക് പോകുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. അതാണ് ഇന്ന് ചെയ്തത്. ഇന്ത്യയെ ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം. ഇന്ത്യ അതുവരെ തുടർന്നു വന്ന വിശ്വാസങ്ങളിൽ ഒരു മുസ്ലിമിന് എതിർപ്പുണ്ടായിരുന്നില്ല. ആ പള്ളി അവിടെ ഇരിക്കുന്നതിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ മുസ്ലിമിന് പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ബാബറിൻ്റെ കുൽസിതമായിട്ടുള്ള ഇന്ത്യൻ ദേശീയതയെ തകർക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് അത് വൈദേശികമായിട്ടുള്ള ഒരു വികാരമാണ് എൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇന്ത്യൻ ദേശീയത ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. ഇന്ത്യയിലെ ഒരു അമ്പലം പോലും നശിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരിക്കലും അത് അനുകൂലമല്ല. കാശ്മീരിലെ മുസ്ലിങ്ങൾ പോലും അനുകൂലമല്ല. അപ്പോൾ ക്രൂരമായ ഒരു കൃത്യമായിരുന്നു അദ്ദേഹം ചെയ്തത്. സംശയമില്ല കാര്യമല്ല. ഇന്ത്യക്കാരനോ ഇന്ത്യൻ മുസ്ലിമോ അല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മതം നമ്മൾ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അദ്ദേഹം ഒരു വിദേശിയായിരുന്നു, വിദേശ അധിനിവേശക്കാരനായിരുന്നു. ഇന്ത്യയുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് മാറ്റിയെടുത്ത ബ്രിട്ടീഷുകാരെ പോലെ തന്നെയുള്ള ഒരു അധിനിവേശക്കാരൻ, ഡച്ചുകാരെ പോലെ, പോളണ്ടുകാരെ പോലെ, പോർച്ചുഗൽക്കാരെ പോലെ, പോളണ്ടല്ല പോർച്ചുഗൽക്കാരെ പോലെ ഉള്ള ഒരു വിദേശ അധിനിവേശക്കാരൻ. അതിനപ്പുറം നമ്മൾ കാണാൻ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഇത് തകർക്കുന്നതിലൂടെ നമ്മുടെ പഴയ അധിനിവേശത്തിൻ്റെ ഒരു ബിംബത്തെ തകർക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇന്ത്യയിൽ വേറെ എത്രയോ പള്ളികളുണ്ട്. ആ പള്ളികൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ? ആ മസ്ജിദുകൾ ആരും നശിപ്പിക്കാൻ വരുന്നില്ല. അവിടെ സുഖമല്ലായിട്ട് ഹിന്ദുക്കളും അതുപോലെ മുസ്ലിങ്ങളും ഐക്യത്തോടെ സാഹോദര്യത്തോടെ കഴിയുന്നില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ലല്ലോ. അതുപോലെ പഹൽഗാമിൽ കലീമ ചോദിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ക്രൂരമായ കൃത്യം ചെയ്തിട്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെതിരെ ഒരു ചുണ്ടനക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഒരാൾ പോലും വിരലനക്കിത്തിട്ടില്ല, ഒരക്രമവും നടന്നിട്ടില്ല. ഇതാണ് ദേശീയ ഐക്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നിലനിർത്തുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനെതിരെ ജയിക്കുന്നത്. അതുപോലെ തന്നെ വേണമായിരുന്നു ഇവിടെയും ജയിക്കാൻ.
എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഹിന്ദുക്കളുടെ സംഘടനകളൊക്കെ ഇത് പറഞ്ഞ് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. ഹിംസാത്മകമായിട്ട് അത് ചെയ്യുന്നതായിട്ട് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് ഈ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഈ രാജ്യത്ത് നിന്നൊരു മുസ്ലിമും വേറെ ഒരു രാജ്യത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ യുദ്ധത്തിൽ ഒവൈസി വരെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ കാണിച്ചതിനെ ആ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞു കാണിക്കാൻ ശക്തിയുള്ള മുസ്ലിം സംഘടനകൾ അവർ ഗവൺമെൻറ്റിനെ എതിർക്കും, BJP എതിർക്കും, RSSനെ എതിർക്കും. പക്ഷേ പാകിസ്ഥാനെതിരായിട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അവരെ നമ്മൾ വിശ്വസിക്കണം, അവരെ വിശ്വാസത്തിലെടുക്കുകയും വേണം. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയുന്നത് തെറ്റാണ്. അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള ആർജവവും അതുപോലെ തന്നെ ആ രീതിയിൽ നിങ്ങളും അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ നേടിയ വിജയം. പഹൽഗാമിൽ ആക്രമണം നടന്നിട്ടും ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ ഹാർമണിക്ക് നഷ്ടമുണ്ടായിട്ടില്ല ഇന്ത്യയിൽ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മഹത്തായ വിജയം. പാകിസ്ഥാൻ ചമ്മിപ്പോയി. അവർ വിചാരിച്ചതുപോലെ അവരുടെ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അവരുദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇനി നടക്കാൻ പോവുകയാണ്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾക്കിപ്പോൾ അറിയില്ല. നമ്മളിത് കാണും, ഉടൻ തന്നെ കാണും എന്ന് പട്ടാളം തന്നെ പറഞ്ഞിട്ടുണ്ട്. പട്ടാളത്തെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് തുല്യമായിട്ടൊരു സംഭവം 1918 നടന്നു. പോളണ്ടിൽ പോയിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളി റഷ്യക്കാർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതായത് 1917 ഒക്ടോബർ റെവല്യൂഷനിലൂടെ അവിടെ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരുന്നത്. അവിടെ പോയൊരു പള്ളി സ്ഥാപിച്ചു. അതെന്തിൻ്റെ ആയിരുന്നു? റഷ്യയിൽ ഭൂരിപക്ഷമുള്ള റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ. പോളണ്ടിലെ പരമ്പരാഗത മതം ഏതാണ്? കാത്തലിക്. അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ പള്ളി, റഷ്യൻ ഓർത്തഡോക്സ് പള്ളി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത വർഷം പോളണ്ട് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവരാദ്യം ചെയ്തത് ഈ ഓർത്തഡോക്സ് പള്ളി തച്ചുടച്ച് നശിപ്പിച്ച് അവിടെ സ്ഥാനത്ത് കാത്തലിക് പള്ളി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഞാനല്ല, ആർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ, വിശ്വവിശ്രുതനായിട്ടുള്ള ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ച അതേ ആർണോൾഡ് ടോയൻബി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ വിശാല മനസ്കതയെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ അതേസമയം നിങ്ങളുടെ ദേശീയമായിട്ടുള്ള സ്മാരകങ്ങളായിട്ടുള്ള മധുരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനും ഒക്കെ സമീപത്തായിട്ട് ഈ പള്ളികൾ വന്നിരിക്കുന്നത്, അവിടെ നിലനിൽക്കുന്നത് ഈ പോളണ്ടിലെ ഈ ഓർത്തഡോക്സ് പള്ളി നിലനിന്നത് ഒരു സംഭവമാണ്. ഇതെന്തെങ്കിലും സ്ഥാപിച്ചത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരല്ല, വൈദേശിക അധിനിവേശക്കാർ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളുള്ള മറ്റ് പള്ളികൾക്കൊന്നും അതിനെക്കുറിച്ചൊന്നും യാതൊരു അവകാശവാദവും ആരും ഉന്നയിക്കുന്നില്ല. ഇത് പക്ഷേ മുസ്ലിം ജനതയുടെ സന്മനസ്സുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ്, അക്രമം കൊണ്ടോ പള്ളി പൊളിച്ചോ നേടിയെടുക്കേണ്ട ഒരു വിശ്വാസമല്ല എന്നുള്ളതും പറഞ്ഞുകൊണ്ടിട്ട് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ. ഏതെങ്കിലും ഒരു പക്ഷം BJPയുടെയോ RSSൻ്റെയോ അന്നില്ല, RSSും BJP അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉള്ള ആളല്ല അദ്ദേഹം. 1960 ഇന്ത്യയിൽ വന്നൊരു പ്രഭാഷണം നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പോളണ്ടിലെ വാഴ്സയിലാണ് റഷ്യൻ ഓർത്തഡോക്സ് പള്ളി സ്ഥാപിച്ചത്. പോളിഷ് ഗവൺമെൻറ് അത് ഇടിച്ചു നിരത്തി. അതിൻ്റെ യജമാനത്വം അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അധിനിവേശമാണ്, മതപരമായിട്ടുള്ള അധിനിവേശമല്ല. അതാണ് ആർണോൾഡ് ടോയൻബി പറയുന്നത്. അതായത് ബാബ്രി പള്ളി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു അധിനിവേശമാണ്. അതിൽ മതപരമായിട്ടുള്ളതൊന്നുമില്ല, വിശ്വാസപരമായിട്ടുള്ളതൊന്നുമില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹിന്ദുമതം വിശ്വസിക്കുന്ന പുരുഷാർത്ഥ ചതുർ വിശ്വാസമുണ്ട്. ചതുർ അങ്ങനെ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൻ്റെ 4 ക്ഷേത്രങ്ങളാണ് ബാബർ അടിച്ചു നിരത്തിയത്. ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, അത് പിന്നെ അർത്ഥത്തെ അല്ലെങ്കിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് അയോധ്യ എന്ന് പറയുന്നത് ഉത്തമ പുരുഷനായ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ വഴി അത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ കാമം എന്ന് പറയുന്നത് മധുരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമെന്ന് പറയുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ്. മോക്ഷം എന്ന് പറയുന്നത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം, അത് മോക്ഷത്തിൻ്റെ പ്രതീകമാണ്. ഇങ്ങനെ ഈ പുരുഷാർത്ഥങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് ബാബർ, അത് മനഃപൂർവ്വമാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ആർണോൾഡ് ടോയൻബി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മതപരമായ ലക്ഷ്യത്തിലൂടെയല്ല, ഇന്ത്യയുടെ ആ മൂല്യങ്ങളെ, ഇന്ത്യയുടെ ആ പൈതൃകത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ ഒരു മതപരമായിട്ടുള്ള ഒന്നിനായി കാണുകയല്ല, ഇന്ത്യയുടെ ശക്തി സ്തംഭങ്ങളായിട്ട് കരുതപ്പെടുന്ന സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിച്ച ഐക്യവും സൗഹാർദ്ദവും, പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഹിന്ദുക്കൾ കാണിച്ച ആ ഒരു ഐക്യം
സാഹോദര്യം ഇതെല്ലാം തുടർന്നുകൊണ്ടാവണം. ഇരുപക്ഷവും നമ്മൾ അധിനിവേശക്കാരെയാണ് എതിർക്കേണ്ടത്, അല്ല ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും. മറിച്ചും അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ഈ സാഹോദര്യം നമുക്ക് ഊട്ടിയുറപ്പിക്കണം. പഴയ തെറ്റിദ്ധാരണകൾ നമ്മളുടെ മനസ്സിൽ ഒരു തരത്തിലും മുറിവുകൾ ഉണ്ടാക്കിക്കൂടാ. അത് പകയായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നുകൂടാ, പ്രതികാരമായിട്ടും വെച്ചുകൊണ്ടുകൂടാ. ഈ ഐക്യം നമ്മൾ ഒന്നിപ്പിക്കുന്നു, കൂടുതൽ ഒന്നിപ്പിക്കുക. പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലെ പരസ്പര വിശ്വാസത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അല്ലാതെ നമ്മൾ യുദ്ധം വഴി നേടുന്ന വിജയം എന്ന് പറയുന്നത് ഇത് ശാശ്വതമായിരിക്കും. പക്ഷേ യുദ്ധം വഴി നേടുന്ന വിജയം എന്ന് പറയുന്നത് അത് വീണ്ടും തിരിച്ചടികളിലേക്ക് നയിക്കാം, അത് നഷ്ടങ്ങളിലേക്കും. തൽക്കാലം വിജയം തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം വിജയിക്കും, പക്ഷേ പിന്നീട് പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള തിരിച്ചടികളുണ്ടാകും. പക്ഷേ ഈ യുദ്ധം നമ്മൾ ജയിച്ചത് അത് ശാശ്വതമായിരിക്കും. ഒരു പാകിസ്ഥാനും അത് തകർക്കാൻ കഴിയുകയില്ലെന്നുള്ളതാണ് ആ വിജയത്തിൻ്റെ ശക്തി മന്ത്രം.